അപ്പം ഇന്ന് നമ്മൾ രാത്രിയിലൊക്കെ ഉണ്ടാക്കണേ കേട്ടോ. എന്താണെന്നറിയാമോ? ചെമ്മീൻ കറി. ചെമ്മീൻ നമ്മൾ ഇറച്ചിയൊക്കെ വെക്കണോ അവരെ. ചപ്പാത്തി. ഇന്നലെ അത് ഉദ്ദേശിച്ചിട്ട് തടന്നില്ല. അപ്പം അതിലേക്ക് വേണ്ടി ഇച്ചിരി ഉപ്പിട്ടിട്ടുണ്ടേ. മുളക് പൊടി നമുക്ക് ഇനി ഇടാനുള്ള കേട്ടോ. മുളക് പൊടി മഞ്ഞപ്പൊടിയൊക്കെ. മഞ്ഞപ്പൊടി ഇനി നമുക്ക് നമ്മുടെ കൈ കൊണ്ടുണ്ടല്ലോ ഇതൊന്നും അങ്ങോട്ട് പുരട്ടി ഒരു വെക്കാം. എന്നിട്ട് ഇതിന് വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം ഞാൻ. അപ്പം ഇരിക്കട്ടെ കേട്ടോ. ഒരു 5 മിനിറ്റ് അതിൻ്റെ ഇടയിൽ നമുക്ക്. അപ്പോൾ അതിന് വേണ്ട ഒരു ഉള്ളി ഒരു ചെറിയ സൈസ് സവോള, കുറച്ച് 5-8 ഉള്ളി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത്, വേപ്പില. പോകാൻ മീറ്റിന് നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ഗ്രേവിക്ക് ഇട്ടിട്ടുണ്ട്. അതും ഇടരുത്. ഉപ്പ് അധികം ആയാലേ ടേസ്റ്റ് പോകും. അപ്പോൾ ഇതൊന്ന് പതുക്കെ വാടിയൊക്കെ വരട്ടെ കേട്ടോ. അപ്പോൾ അതെ ഇതൊന്ന് വാടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൽ വേണ്ട മസാലകളൊക്കെ ഇട്ട് കൊടുക്കും. അപ്പോൾ മസാലകളെന്ന് പറയുമ്പോൾ മല്ലിപ്പൊടി ആവശ്യത്തിനുള്ള ഇടണം കേട്ടോ. മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടി നമ്മൾ ചെമ്മീത്തി പുരട്ടിയിട്ടുണ്ട്. അങ്ങനെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇച്ചിരി മുളക് പൊടി. പിന്നെ ഇനിയിപ്പോൾ അവർ രണ്ടുപേരും ഇട്ട് എന്നെ ഇട്ടില്ലെന്നൊരു വിഷമം വേണ്ടല്ലോ. മഞ്ഞപ്പൊടി ഇട്ടപ്പോൾ മഞ്ഞപ്പൊടിക്ക് ഒരു സങ്കടം വേണ്ട. ഇനി നമുക്കിതൊന്ന് പച്ച ചുവ വാറണ വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. എല്ലാ ദിവസവും ചെമ്മീൻ എന്താണെന്ന് ഓർക്കും. മീത്തിനൊക്കെ ഭയങ്കര. അപ്പോൾ ഇതൊക്കെ പച്ച ചുവയൊക്കെ മാറിയിട്ടുണ്ട്. അപ്പം നമ്മളിത് ഈ പുരട്ടി വെച്ചേക്കണ ചെമ്മീനുണ്ടല്ലോ, നിങ്ങൾക്കും ഞാൻ വറുക്കാനാണെന്ന്. വറുത്ത് കഴിഞ്ഞാലേ ഭയങ്കരമായിട്ട് കടിക്കും. അപ്പോൾ അത് വേണ്ട. നമുക്കിതൊന്ന് ഇതിലിട്ടൊന്ന് ഇച്ചിരി നേരം ഇതാക്കിയിട്ട് വെള്ളം ഒഴിക്കാം. ഇപ്പോൾ ഈ ഗ്രേവിക്കെല്ലാം ഈ ചെമ്മീത്തിൻ്റെ ഒരു ടേസ്റ്റ് പിടിക്കും. പിന്നെ ഇനി ഇതിലോട്ട് വേണ്ടത് കുരുമുളകും മാത്രമാണ് കേട്ടോ. മസാലകളൊന്നും ഇടേണ്ടത്. അപ്പം ചെമ്മീത്തിൻ്റെ ഒരു ടേസ്റ്റ് അങ്ങോട്ട് പോകും. ചെമ്മീൻ ഇച്ചിരി ടേസ്റ്റുള്ള സാധനം തന്നെയാണ്. ഞാൻ തേച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കേട്ടോ. ചെമ്മീനും ഗ്രേവിയും കൂടി വേകാനുള്ള വെള്ളം വേണം. പിന്നെ നമുക്ക് ചപ്പാത്തിയാണ്, അതിനുള്ള ഗ്രേവിയും വേണമല്ലോ. ചെമ്മീൻ ഒന്ന് തിളക്കട്ടെ കേട്ടോ. നല്ലോണം തിളച്ച് ഒന്ന് ചെറുതായിട്ട് പറ്റി വരുമ്പോൾ നല്ല മണമുണ്ട് കേട്ടോ. ഇപ്പോഴും നല്ല മണമുണ്ട്. ഉപ്പുണ്ടാന്ന് നോക്കുക. ഉപ്പുണ്ട്. ഇനി നമുക്ക് പോരെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാം. തിളച്ച് ഒന്ന് വറ്റിയിട്ട് നോക്കാം ഉപ്പ്. അപ്പോൾ പോരെങ്കിൽ നമുക്ക് അപ്പം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ലാസ്റ്റ് ഇച്ചിരി കുരുമുളക് ചതച്ചിട്ടാൽ മതി. വേറെ ഇപ്പോൾ തുറക്കട്ടെ കേട്ടാ. അടിച്ചു കഴിഞ്ഞാലേ ഫോണിൻ്റെ ക്യാമറ ഇതാവും. അപ്പോൾ ദേ കണ്ട. ഇനി നമുക്ക് ഇതിലോട്ട് ഇച്ചിരി കുരുമുളക് ചതച്ചിടാം. ഞാൻ തീ ഓഫ് ചെയ്തിട്ടാ. ഗ്യാസ് ഓഫ് ചെയ്ത് ചാറ് വേണം. ദേ കുരുമുളക് പൊടിച്ചിടുന്നുണ്ട്. കുരുമുളക് ഇട്ട് കഴിഞ്ഞപ്പോൾ അടിപൊളി വേണം. നല്ല കറിവേപ്പില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. നല്ല ഫ്രഷ്. വേറെ ഒന്നും നമുക്ക് ഇതിലോട്ട് വേണ്ട. സൂപ്പറാണ് കേട്ടോ. കുറച്ച് കുരുമുളക് ഞാൻ മാറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിപ്പോൾ നമുക്ക് ചപ്പാത്തിയിൽ മുക്കി കഴിക്കാൻ പറ്റിയൊരു പാകത്തിനാണ് എടുത്തേക്കുന്നത്. ഇപ്പം നമ്മുടെ ചെമ്മീൻ കറിയുടെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. നമുക്ക് ചപ്പാത്തി വരത്തണ്ടേ? പോവാം. ഇച്ചിരി ഗോതമ്പ് പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കാനുണ്ട് കേട്ടോ. ഇത് ആശീർവാദിൻ്റെ പൊടിയാണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ട് ഇത് ഓപ്ഷനിലാണ്. വേണ്ടെങ്കിൽ ഇടുക, ഇല്ലെങ്കിൽ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇച്ചിരി നെയ്യും. ഞാൻ ഉണ്ടെങ്കിൽ ഇടും, ഇല്ലെങ്കിൽ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കും. അത്രേ ഉള്ളൂ. അപ്പോൾ ആ നെയ്യും എല്ലാം കൂടി നമുക്കൊന്ന് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. കൈ കൊണ്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അപ്പോൾ ഉപ്പും നെയ്യും പൊടിയും കൂടി നമ്മൾ നല്ലപോലെ കൈ കൊണ്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി ചെറു ചൂടുവെള്ളം എന്ന് വെച്ചാൽ കൈ ഇട്ടാൽ പൊള്ളരുത്. അതുപോലത്തെ വെള്ളം ഒന്ന് ഒഴിച്ച് കുറേശ്ശെ ഒഴിച്ച് കുഴക്കുക കേട്ടോ. അധികം ഒഴിക്കരുത്, കുറേശ്ശെ. ചപ്പാത്തി ഷേപ്പൊന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ പൊങ്ങിയില്ലെന്നൊക്കെ വരും. അത് കാര്യം വേറെ. പക്ഷെ ചപ്പാത്തി സോഫ്റ്റ് ആയിരിക്കും. ഇതുപോലെ ഒന്ന് നമുക്ക് പതുക്കെ കുറേശ്ശെ വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റാണ്. ഇനി കുറച്ച് നേരം ഒരു 5 മിനിറ്റ് നമുക്കത് ഇതുപോലെ ഇതിനൊന്ന് എന്താ പറയുക, ഒന്ന് മേച്ചെടുക്കാം. കാരണം
കുറച്ചും കൂടി മയം വരാനാണ് നമ്മളിങ്ങനെ ചെയ്യണത്. അപ്പം നമ്മളത് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അത് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ചെയ്യണത്. ഇപ്പോൾ കാലത്ത് ഞാൻ ചപ്പാത്തി പരത്തിയിട്ട് എടുത്ത് വെച്ചത് നമ്മൾ പൊടി മുക്കിയ കാലത്ത് ആ ചപ്പാത്തി ഉണ്ടാക്കിയപ്പോൾ മുക്കിയ പൊടിയുടെ ബാക്കിയാണ്, അത് കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ എടുത്ത് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ചപ്പാത്തി പരത്താൻ തുടങ്ങാം. കാലത്ത് ഉണ്ടാക്കിയതാണ് ഞാൻ. അപ്പം ചപ്പാത്തിയുടെ ഉരുള ഒന്ന് എടുക്കുക, എന്നിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയിട്ട്, പിന്നെ ഞാൻ പറയാട്ടോ, ഞാൻ പരത്തിയിട്ട് ചപ്പാത്തിക്ക് ഷേപ്പൊന്നും അങ്ങനെ വരാറില്ല. പിന്നെ ചിലത് പൊങ്ങും ചുടുമ്പോൾ, ചിലത് പൊങ്ങൂല. ചപ്പാത്തിയാണ് അത്ര അറിയുക. ഞാൻ ചപ്പാത്തി പരത്തണത് PVC പൈപ്പിലാണ് കേട്ടോ. എനിക്ക് മറ്റേ സാധനം ഇഷ്ടമല്ല. ഇത് ഞാൻ നീളമുണ്ട്, ഞാൻ മുറിക്കാഞ്ഞിട്ടാ. എന്നിട്ട് ഇതുപോലെ കൈ കൊണ്ട് ഇങ്ങനെ കാണിച്ച് ഞാൻ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കും. നടുക്കുന്നൊക്കെ നീങ്ങി കഴിയുമ്പോൾ സൈഡിലായിട്ട് വരും ഇതിൻ്റെ ഇത് എന്താ ഇതുപോലെ കറക്കി എടുക്കുക. കറക്റ്റായിട്ട് ഇങ്ങനെ കറക്കി കൊടുക്കും. എന്നിട്ട് ഇതുപോലെ നമുക്ക് ചുട്ട് ഉണ്ടാക്കിയെടുക്കുക. ഒരു പ്രയാസവും ഇല്ലാണ്ട് നമുക്കിതിങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. ശരിക്കും റൗണ്ടൊന്നും കിട്ടുമൊന്നുമില്ല. ഒന്ന് നൈസാക്കി എടുക്കാൻ ഞാനതിങ്ങനെ ഒന്നും കൂടെ അമർത്തിയിട്ട് അങ്ങോട്ട് ചുടുത്ത. പലർക്കും മടിയാണ് ചപ്പാത്തി ഉണ്ടാക്കാൻ. ചപ്പാത്തി പ്രസ്സിൽ പരത്തിയ കനം കൂടുതലായിരിക്കും. അതെ, നമ്മുടെ നൈസ് ചപ്പാത്തി കണ്ട നോക്കൂ, റെഡിയായി. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് വെക്കാം. രണ്ടാമത് ഒരെണ്ണം കൂടെ ഒന്ന് ചുട്ടെടുക്കാൻ നേരത്തെ ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇച്ചിരി പൊടിയിൽ മുക്കുക. അതിന് ശേഷം നമ്മളിതുപോലെ 4 വശം ഒരേപോലെ ഒന്ന് പരത്തിയെടുക്കുക. ഞാനിവിടെയൊക്കെ നന്നായിട്ട് പരത്തിയെടുക്കുക. ലാസ്റ്റ് ആകുമ്പോൾ ചിലപ്പോൾ പരന്നൊന്നും വരില്ല. ഇപ്പം ഇവിടെ നമ്മുടെ വീട്ടിന് ചുറ്റും സന്ധ്യയാകുമ്പോൾ എല്ലാവരും അവരുടെ രീതിയിലുള്ള ഭക്തിഗാനങ്ങൾ ഇടും. ഇപ്പം കിഴക്കയിലിട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ഭക്തിഗാനം കേട്ടുകൊണ്ടിട്ടാണ് ഈ പണി ചെയ്യണത്. അതുപോലെ തന്നെ ഇവിടെ ചേട്ടന് ചപ്പാത്തി ചെയ്യണത് ഇഷ്ടമല്ല. ചേട്ടൻ ലീവിന് വരുമ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന വഴക്ക് പറയും, വേണ്ടെന്ന് പറയും, പുട്ട് മതി. ഇവിടെ മോന് പുട്ട് ഇഷ്ടമല്ല, എന്നാലും കഴിക്കും. പരാതികളൊന്നും ഇല്ലാണ്ട് അവൻ കഴിച്ചോളും കൊടുത്താൽ. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ചപ്പാത്തി പരത്തൽ. ഇനി ബാക്കി ഞാൻ നിങ്ങളെ കൂട്ടാണ്ടാണ് കേട്ടോ പരത്തണത്, വഴക്കൊന്നും ഇടണ്ട കേട്ടോ. ഓക്കെ, ചപ്പാത്തി ഇങ്ങനെ എടുക്കുക. ഈ മുകളിലെ വശം മുകളിൽ തന്നെ പിടിക്കുക. കണ്ടതേ കണ്ട, ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പം ചുടുന്ന നേരത്ത് നമുക്കിങ്ങനെ എടുക്കാൻ എളുപ്പമാണ്. അപ്പം ചോദിക്കും ഇവിടെ നിലത്ത് മുട്ടൂലെന്ന്. അപ്പോൾ അതേ നമ്മൾ ചെമ്മീൻ പുരട്ടി വെച്ചൊരു പാത്രമാണ്, അതാണ് എടുത്തേക്കണത്. അതിൻ്റെ മുകളിലോട്ട് വെക്കുമ്പോൾ നിലത്ത് മുട്ടൂല കണ്ട. അപ്പോൾ ഓക്കെ, ബാക്കി ഞാനൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഒരു 10 9 ഉണ്ടായിരുന്നു. നമ്മൾ എല്ലാം പരത്തിയാക്കി എടുത്തിട്ടുണ്ട്. വീഡിയോ എടുത്തുകൊണ്ടാണ് തോന്നുന്നു വട്ടമൊക്കെ വന്നത്. അപ്പം നമുക്ക് ചുട്ടെടുക്കാൻ മുമ്പായിട്ട് അതെ നമുക്ക് ചപ്പാത്തി ചുട്ടെടുക്കാം. ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചപ്പാത്തി ഒരേന്നായിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം. പൊങ്ങോന്നൊരു ഉറപ്പില്ല കേട്ടോ. ഒരു വീട്ടിൽ ഭക്തിഗാനം നിർത്തി പാട്ടായി, സിനിമാ ഗാനങ്ങളായി. അപ്പോൾ ഇതൊക്കെ ആയിട്ടുണ്ട് ചെറിയ നൃത്തമൊക്കെ ചെയ്തത് കളിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിനും നല്ലതാണ്. ചപ്പാത്തി ആയിക്കോളൂ. അപ്പോൾ ചെറിയൊരു കോമളയൊക്കെ വന്നിട്ട് നമുക്ക് ഇതിനൊന്ന് മറിച്ചിടാം കേട്ടോ. അതെ, അങ്ങനെ പതുക്കെ ഇങ്ങനെ വന്നിട്ടതേ കണ്ട കോമളയൊക്കെ കണ്ട. ഇത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ പതുക്കെ അത് ഞങ്ങളുടെ പത്തണ്ട. നമ്മുടെ അഭ്യാസം മുഴുവൻ കാണിച്ചു വരുമ്പോൾ അത് പൊട്ടിപ്പോവും. ഇത് പൊട്ടി ഇതിൻ്റെ ആവി ഉണ്ടല്ലോ ഭയങ്കരം ഉണ്ടാ. ഓ എൻ്റെ പൊന്നെ, സഹിക്കാൻ പറ്റില്ല. എന്തെങ്കിലും വീണ് പൊള്ളി അത്രയില്ല. ഇതിൻ്റെ ആവി കൊള്ളുന്ന ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ അതേ ഇങ്ങനെ പതുക്കെ വലിയൊരു കമ്മള വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. നമുക്കൊന്നും കൂടെ മറിച്ചിട്ട് കൊടുക്കാം.
പൊട്ടി പൊട്ടി ഇതിവിടെ. അപ്പൊ ഗേയ്സ് വീർത്തു. അടിപൊളി. സംഭവത്തിനറിയാം ഞാൻ വീഡിയോ എടുക്കണത് കാരണം വീർത്ത് തന്ന് കണ്ട. നമുക്ക് എടുക്കാം. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എന്താ ചപ്പാത്തി നല്ല സോഫ്റ്റാണ്. ഇത് കണ്ട നല്ല സോഫ്റ്റായ ചപ്പാത്തിയാണ്. തിന്നാനും നല്ല സുഖമാണ്. ചെമ്മീത്തിൻ്റെ ഗ്രേവിയിലോട്ട് മുക്കിയിട്ട് വായിലോട്ട് വെക്കാം. ആഹാ. വേറെ നമ്മ ചപ്പാത്തി പരത്തിയിട്ട് ഇങ്ങനെയാണ് ഇട്ടേക്കണത്. അപ്പം ഇങ്ങനെയൊക്കെ പിടിച്ച് പൊക്കിയാൽ ചിലപ്പോൾ എല്ലാം കൂടി ഒപ്പം പൊങ്ങി വരും. അപ്പം ഇത് ഇങ്ങനെയാണ് പൊക്കി എടുക്കേണ്ടത്. ഇങ്ങനെ കണ്ട. അല്ലെങ്കിൽ ചപ്പാത്തി കൂടെ പോരും, ഇതെല്ലാം പോരും. ഒരു സോഫ്റ്റായിട്ട് വേണം പൊക്കിയെടുക്കാൻ. അതായത് ഒന്നും കൂടി കാണിക്കണേ. ചപ്പാത്തിയുടെ അടിഭാഗത്തു നിന്ന് എടുക്കുക കണ്ട. എന്നിട്ട് ഇതിങ്ങനെ എടുക്കുക. അതല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പൊക്കി വരുമ്പോൾ ഇവിടെ കനം കൂടുതലായതുകൊണ്ടിട്ട് ഇതെല്ലാം കൂടി ഇങ്ങോട്ട് പൊങ്ങി ചുരുണ്ടു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇല്ലാണ്ടിരിക്കാൻ പറഞ്ഞതാണ്.